ടൈറ്റാനിക് ഡിസാസ്റ്റർ നടന്ന 1912 ഏപ്രിൽ 14 രാത്രിയിൽ സർവൈവ് ചെയ്ത ഒരു ജാപ്പനീസുകാരനായിരുന്നു മസാബുമി ഹൊസോനോ. 65 പേർക്ക് യാത്ര ചെയ്യാനുള്ള ശേഷിയുണ്ടായിട്ടും വെറും 12 പേരുമായി പുറപ്പെട്ട് ദുരന്തത്തെ അതിജീവിച്ച ലൈഫ് ബോട്ട് 10ലാണ് ഹൊസോനോ ഉണ്ടായിരുന്നത്. ദുരന്തത്തെ അതിജീവിച്ച ചുരുക്കം ചില ഏഷ്യൻ യാത്രക്കാരിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷേ ഹൊസോനോ ജപ്പാനിൽ തിരികെ എത്തിയപ്പോൾ നേരിട്ടത് കനത്ത നാണക്കേടും വിമർശനങ്ങളും കൂവലുകളുമായിരുന്നു. മറ്റ് യാത്രക്കാർക്കൊപ്പം മരണം കൈവരിക്കാത്തതിനാൽ അദ്ദേഹത്തെ ഒരു ഭീരുവായിട്ടാണ് എല്ലാവരും പരിഗണിച്ചത്. ജപ്പാനിൽ ബുഷിഡോ, അതായത് യോദ്ധാവിൻ്റെ മാർഗം എന്ന ആശയം ബഹുമാനത്തിനും വിശ്വസ്തതയ്ക്കും ത്യാഗത്തിനും പ്രാധാന്യം നൽകുന്നതിനാൽ തന്നെ ഹൊസോനയുടെ സ്വയം രക്ഷിക്കാനുള്ള തീരുമാനം ഈ കൺസെപ്റ്റിൻ്റെ മൂല്യങ്ങളോടുള്ള വഞ്ചനയായി ഏവരും കണ്ടു. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്ന നിലയ്ക്ക് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന തൻ്റെ ജോലി പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു.